കോഴിമുട്ട കളം വരച്ച് എഴുതിയിട്ട് ഒരുത്തൻ്റെ സീർബാത്തിലാക്കി കൊടുക്കാൻ പറ്റുക ആണുങ്ങളുണ്ടെങ്കിൽ വരിക. എൻ്റെ സീർബാത്തിലാണെങ്കിൽ ഒരു പണിയുണ്ട്. എന്ത് ദ്വാരന്നോ സ്വാലിയങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞു. അപ്പോൾ ബാത്തിലാവും. ഇല്ലെങ്കിൽ മദീനയിലെ രാജാവിനോട് പറഞ്ഞു, ആളാണ് എല്ലാം നടത്തിത്തരാൻ നേറ്റത്. ഒമാ അർസൽനാക്കയില്ല റഹ്മത്തൽ ലിൽ ആലമീൻ. ആൾക്ക് സലാം പറഞ്ഞിട്ടാണ് ഈ പണി ഇവിടെ എടുക്കുന്നത്. ആളെ നോട്ടുണ്ടായതുകൊണ്ടാണ് നടക്കുന്നതാണ് നമ്മളെ പ്രതീക്ഷ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് ഞാൻ ഈ ക്ലാസ്സിൽ വന്നിരിക്കാൻ പറയുന്നത്. ഈ ക്ലാസ്സിൽ വന്നിരുന്നാൽ ഒരു ഉപകാരമുണ്ടാവും. എന്തേ? ഇത് മജ്ലിസ് ദുആണ്. ദുആന്റെ മജ്ലിസാണ്. ഏതാ ദുആ? ഇതൊക്കെ ദുആണ്. ഇപ്പം ഇരിക്കണ ഒക്കെ ദുആയാണ്. ഇതെല്ലാം ദുആയാണ്. വളരെ വളരെ ചിന്തിക്ക്. തല നന്നാക്ക്. ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പോൾ അബ്ദുല്ലാഹിൽ മക്കാനിസിൽ ഉദ്ധരിക്കുകയാണ്, ഞാൻ ജുനൈദുൽ ബഗ്ദാദിയുടെ മജ്ലിസിൽ ഇരിക്കുന്ന നേരത്തെ പെട്ടെന്ന് ഒരു പാവപ്പെട്ട സ്ത്രീ ആ മജ്ലിസിലേക്ക് വന്നു. വക്കാലത്ത് അവർ പറഞ്ഞു, ഉദുല്ലാഹ തആല ലി, ഈ മഹാനവറുകളെ നിങ്ങൾ എനിക്ക് വേണ്ടി അള്ളാഹുവോടൊന്ന് പ്രാർത്ഥിക്കൂ. ഫഇന്ന ഇബ്നൻ ലി, എൻ്റെ കുഞ്ഞിനെ കാണാനില്ല, എൻ്റെ കുട്ടിയെ കാണാനില്ല, എൻ്റെ മോനെ കാണാനില്ല. ഇബ്ന്, എൻ്റെ മോനെ കാണാനില്ല, അതുകൊണ്ട് നിങ്ങളൊന്ന് ദുആ ചെയ്യ് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു, ഇത് ഹബി വസ്ബിരി, നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ ക്ഷമിക്കി എന്ന് പറഞ്ഞു. ദുആ ചെയ്തില്ല. കുറച്ച് സമയം കഴിഞ്ഞു. സുമാഅദത്ത്, ആ സ്ത്രീ വീണ്ടും തിരിച്ചു വന്നു. ഫഖാലത്ത്, അവർ പറഞ്ഞു മിസ്ലദാലിക, ആദ്യം പറഞ്ഞതുപോലെ, മഹാനവറുകളെ എൻ്റെ മോനെ കാണാനില്ലാത്തതാണ്, നിങ്ങളൊന്ന് ദുആ ചെയ്യ്. ഫഖാല, അപ്പോഴും ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഹബി വസ്ബിരി, പൊയ്ക്കോളൂ, നിങ്ങൾ ക്ഷമിക്കി എന്ന്. ഫമലത്ത്, അവർ തിരിച്ചുപോയി. കുറച്ച് സമയം കഴിഞ്ഞു. അവർ വീണ്ടും തിരിച്ചു വന്നു. സുമാഅദത്ത് വീണ്ടും തിരിച്ചു വന്നു. ഫഖാലത്ത് മിസ്ലദാലിക, ആദ്യം പറഞ്ഞതുപോലെ അവർ വീണ്ടും ജുനൈദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുട്ടി നഷ്ടപ്പെട്ടു പോയതാണ്, ഒന്ന് ദുആ ചെയ്യ് എന്ന് പറഞ്ഞു. ജുനൈദ് യഖൂൽ ലഹാ, ജുനൈദ് ഒന്നാമത്തെ തവണയും രണ്ടാം തവണയും പറഞ്ഞതുപോലെ മൂന്നാം തവണയും പറഞ്ഞു, ഇസ്ബിരി, ക്ഷമിക്കുക. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അൽ സബരി, എന്തിൻ്റെ മേൽ ക്ഷമിക്കണ്? എന്ത് ക്ഷമയാണ് നിങ്ങൾ ഈ പറയുന്നത്? വലം യബ്ഖലി ത്വാഖ ഫദ്ഉലി, എനിക്ക് ഒരു നിലക്കും കഴിഞ്ഞൂല ഇനി മുന്നോട്ട് പോകാൻ, നിങ്ങൾ ദുആ ചെയ്തേ മതിയാവൂ, എനിക്ക് എൻ്റെ കുട്ടിയെ കിട്ടണം എന്ന് പറഞ്ഞു. ഫഖാലൽ ജുനൈദു, അപ്പോൾ ജുനൈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇൻകാനക മാ ഖുൽതി, കാര്യങ്ങൾ പറഞ്ഞതുപോലെയാണെങ്കിൽ ഫദ്ഹബി, പോയിക്കോ, ഖദ് റജഅ, കുട്ടി വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പറഞ്ഞതുപോലെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ആ രൂപത്തിൽ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വയ്ക്കോ, വീട്ടിൽ പോയിക്കോ. ഇന്ന വലുതൊക്ക കദ്റാജ, നിങ്ങളെ മകൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഫമലത്ത്, അവർ തിരിച്ചുപോയി. കുറച്ച് സമയം കഴിഞ്ഞു. സുമാഅദത്ത് വീണ്ടും തിരിച്ചു വന്നു. തഷ്കുറു ലഹു, ജുനൈദിന് നന്ദി പറഞ്ഞുകൊണ്ട്. റളിയല്ലാഹു അൻഹു. ഫഖീല ലിൽ ജുനൈദി, അപ്പോൾ ആ സദസ്സിൽ ജുനൈദിനോട് ചോദിക്കപ്പെട്ടു, റളിയല്ലാഹു അൻഹു, ലിമ അറഫ്ത, നിങ്ങൾക്ക് എങ്ങനെ അറിഞ്ഞു ദാലിക, ആ കുട്ടി അവിടെ തിരിച്ചെത്തിയിട്ടുണ്ട് എന്ന്? ആരാണ്, എന്ത് വിദ്യയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ പിന്നിലുള്ളത്? ഫഖാല, അപ്പോൾ ജുനൈദുൽ ബഗ്ദാദി പറഞ്ഞു, ലോക പ്രശസ്തനായ മഹാനല്ലേ സയ്യിദുൽ ജുനൈദുൽ ബഗ്ദാദി. ലമാനാണ്. ലമാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പേര് ഞാൻ അത്രയും വലിയ ആളാണ്. എല്ലാം ജുനൈദിലൂടെയാണ്. തസൗഫ് മുഴുവനും ജുനൈദിലൂടെയാണ്. ജുനൈദ് വഴിയല്ലാത്ത തസൗഫ് അപൂർവമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒക്കെ ജുനൈദിലൂടെയാണ്. റളിയല്ലാഹു അൻഹു. അപ്പോൾ ജുനൈദ് പറഞ്ഞു, എനിക്ക് പറയാൻ ഒന്നുമില്ല, ഇത് ഖുർആനാണ്. من يجيب المضطر إذا دعاه أمن يجيب المضطر إذا دعاه ويكشف السوء
നമ്മൾ അധ്യായത്തിൻ്റെ 62-ാമത്തെ വാക്ക് മറക്കരുത്. ഭയങ്കരായത് മറക്കരുത്. ഈ ആയത്ത് മറക്കരുത്. ഈ ആയത്ത് ജീവിതം മുഴുവൻ ഉപകരിക്കും. നമ്മൾ അധ്യായത്തിൻ്റെ 62-ാമത്തെ ആയത്ത്. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅ അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സ്സൂഅ അമ്മൻ അപ്പോൾ ഒരുത്തനല്ലയോ യുജീബുൽ മുൽത്തറ ബുദ്ധിമുട്ടിയവന് ഉത്തരം കൊടുക്കുന്നവൻ ഇദാ ദഅാഹു ആ പ്രതിസന്ധിയുടെ പരമാവധിയിൽ അവൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ വയക്ഷിഫു സ്സൂഅ അവന് വന്നുമുട്ട ബുദ്ധിമുട്ടിനെ തുറന്നു കൊടുക്കുകയും ചെയ്യും. അവനാണല്ലോ ഇന്ന് നമ്മളിലുണ്ട്. അതുകൊണ്ട് അവർക്കിനി മുന്നോട്ട് പോകാൻ കഴിയാത്ത എത്തിയിട്ടുണ്ടോ? എന്നാ പോയിക്കോളി, ആളെത്തിയിട്ടുണ്ടാവും. ഒരുപാട് അർത്ഥമുണ്ട്. ബുദ്ധിമുട്ടിയാൽ ഉത്തരം ഉറപ്പ. ആരുടെ ഉറപ്പ്. പക്ഷെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ബുദ്ധിമുട്ടൂല എന്നുള്ളതാണ്. നമ്മൾ ഏത് ബുദ്ധിമുട്ടിലും ഒരു സെക്കൻഡ് ഓപ്ഷൻ കണ്ടെത്തും. എന്താണെങ്കിലും നമ്മൾ ഈ ആശുപത്രി നമ്മളെ കുട്ടിയെ കയറ്റി പരിഹാരം ഉണ്ടാവണില്ലെങ്കിൽ നമ്മൾക്ക് മിംസ് കൊണ്ടുപോകാം എന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ അള്ളാഹിൽ ഇടപെടേണ്ടയില്ല, മിംസ് പോകാമല്ലോ. മിംസിൽ ധാരണം, മിംസ് ബേബി ഓക്കെ. അവിടുന്ന് പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ എന്താ വിചാരിക്കും? അപ്പോളോയിൽ പെട്ടെന്ന് എത്തിക്കുകയാണെങ്കിൽ ടിക്കറ്റ് ഫ്ലൈറ്റിന് കിട്ടുമാവും, നമുക്ക് മദ്രാസ് പോകായിരുന്നു, മറ്റ് കിട്ടുകയാണെങ്കിൽ നമുക്ക് അപ്പോളോയിൽ എത്തിയിരുന്നു എന്ന് വിചാരിക്കും. അപ്പോളോയിലെത്തി വേണ്ടതും പരിഹാരം ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഡൽഹിയിൽ JJ ഹോസ്പിറ്റലിൽ എത്തിയാൽ വലിയ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, വലിയ ലോകത്തിൻ്റെ എണ്ണം പറയാവുന്ന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒന്നാണ് JJ എത്തിക്കഴിഞ്ഞു പ്രശ്നം പരിഹരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ബുദ്ധിമുട്ടണില്ല. നമ്മൾ ഓരോന്നിനും സെക്കൻഡ് ഓപ്ഷൻ ഉണ്ടാക്കും. ഇതാണ് പ്രശ്നം. അതന്നെ പ്രശ്നം. അമ്മ യുജീബുൽ മുൽത്തറിന് ഉത്തരം കൊടുക്കുന്നവൻ അല്ലാഹു അല്ലാതെ ആരാണ്? ബുദ്ധിമുട്ടി അതിന് മുന്നോട്ട് പോകാനേ കഴിയില്ല. അപ്പോഴോ അപ്പോൾ അല്ലാഹു തുറന്നു കൊടുക്കും. 62-ാമത്തെ ആയത്ത് നമ്മൾ കണ്ടില്ലേ? അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സ്സൂഅ അമ്മൻ യുജീബുൽ മുൽത്തറ ബുദ്ധിമുട്ടായവനെ ഉത്തരം കൊടുക്കുന്നവൻ അവനല്ലാതെ ആരാണ്? അവനാണോ? അവനല്ലാതെ അവനേക്കാൾ നല്ലവൻ ആരാണ്? നമ്മളെ അവസാനം നമ്മൾ ചെല്ലുന്ന ബൈത്തിലുണ്ടല്ലോ ഒരു വരി, അതുകൊണ്ട് ചെല്ലുന്നതിലൊരു വരിയുണ്ട്. നദാഹു മുൽത്തറുൻ അജാബ ദുആഹു. എന്താ അതിന്റെ തുടക്കം? ناداه مضطر أجاب دعاه أنت الجليل الفرد والصمد الذي يعطي الذي يدعوه كل مناه يا ربنا يا ربنا يا ربنا يا ربنا يا رب يا رباه. يا حي يا قيوم يا من كلما ناداه مضطر أجاب دعاه أنت الجليل الفرد والصمد الذي يعطي الذي يدعوه كل مناه. يا حي يا قيوم هذا الاسم الأعظم عندنا. حي قيوم ആയവനെ, ഹയ്യായവനെ, ഖയ്യൂമായവനെ. യാ ഹയ്യു യാ ഖയ്യൂമു യാ മൻ കുല്ലമാ നാദാഹു മുൽത്തറുൻ. യാ മൻ ഒരുത്തനെ കുല്ലമാ നാദാഹു മുൽത്തറുൻ, ഒരു കുടുങ്ങിയവൻ വിളിക്കുമ്പോഴെല്ലാം അജാബ ദുആഹു അവൻ്റെ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കുന്നവനെ. അന്തൽ ജലീൽ നീ തന്നെ വളർന്നവൻ. അൽ ഫർദു നീ തന്നെയാണ് ഒറ്റ. അസ്മദു നീ തന്നെയാണ് സ്വയം പര്യാപ്തൻ. അല്ലതി ആരാണ് നീ? നീ ഒറ്റയാണ്, നിന്നെ പോലെ ഒരാളില്ല. നീ ഒറ്റയാണ്. നീ ആരാ? നീ അന്തൽ ജലീലുൽ ഫർദു വസ്സമദുല്ലദി യുഅതില്ലദി യദ്ഉഹു കുല്ല മുനാഹു. യുഅതില്ലദി യദ്ഉഹു ദുആ ചെയ്യുന്നവന് മുഴുവനും അവൻ കൊടുക്കും. കുല്ല മുനാഹു അവൻ്റെ ആഗ്രഹങ്ങളെയെല്ലാം. അപ്പോൾ നമ്മൾ ഉത്തരത്തിലെത്താണ്. 5 കൊല്ലം കൊണ്ട് സിഹ്ർ ബാത്തിലാകാൻ വേണ്ടി ഓടുന്ന ഒരാൾ ഈ കൂട്ടത്തിലുണ്ട്.
10 കൊല്ലത്തിലേറെ സിഹർ ബാത്തിലായ ഒരാൾ തൃശ്ശൂരിൽ നിന്ന് സ്ഥിരമായി വന്നിരുന്നു 2-3 കൊല്ലം. ഇപ്പം അയാൾ കാണാനില്ല, ഒക്കെ ലെവലായിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പാഞ്ഞു വരേണ്ടതാണ്. ഇടയ്ക്കിടയ്ക്ക് സന്തോഷം പറയാൻ വേണ്ടി വരാറുണ്ട്. പൊളിഞ്ഞു പാറ്റ പൊളിഞ്ഞു പൊളിഞ്ഞു പൊളിഞ്ഞു. പിന്നെ ഇവിടെ വന്നു, സ്ഥിരം വരും. ആദ്യം വന്നപ്പോൾ വിചാരിച്ച് ഇവിടെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കുണ്ടെന്നാണ്. പിന്നെ ഞാൻ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് കാണിച്ചു കൊടുത്തു. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക് ഇതാണ്. നിങ്ങളൊരു മൂല്യരുടെ അടുത്തേക്ക് കുഞ്ഞിച്ചട്ടി കുഴിച്ചിടാൻ വേണ്ടി പോയാൽ നിങ്ങളെപ്പോലത്തെ പോട്ടൻ ലോകത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. ആ കുഞ്ഞിച്ചട്ടിയിൽ നിങ്ങൾ കുറച്ച് നേരം വെള്ളം പറഞ്ഞു വെച്ചാൽ അതിനൊരു പ്രത്യേക രസം ഉണ്ടാവും ആ വെള്ളം കുടിക്കാൻ. നിങ്ങൾ പുറത്തെ കൊണ്ടേ കുഴിച്ചിടണ്ട. കുഞ്ഞിച്ചട്ടി എന്ന് പറയുമ്പോഴും അതുണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഒരു വലിയ അധ്വാനമുണ്ട്. അത് വെറുതെ കൊണ്ടുപോയിട്ട് എന്തോ 4 അക്ഷരം എഴുതിയോ അക്ക എഴുതിയിട്ട് കളം വരച്ച് കുഴിച്ചിടാനുള്ളതല്ല. നിങ്ങൾ കോഴിമുട്ട തലയിൽ വെച്ച് മന്ദിച്ചിട്ട് തീയത്ത് കയറിയണ്ട. അതിൽ കാര്യമൊന്നുമില്ല, ഒരു കാര്യമില്ല. ഒരു കാര്യമുണ്ടെന്ന് ഒരാൾ തെളിയിച്ചാൽ ഞാൻ 48 മണിക്കൂർ തലകുത്തി നിൽക്കും. എൻ്റെ കോഴിമുട്ട ഇജി വരച്ച് കൊടുക്കണ കോഴിമുട്ട ഒരുത്തൻ തീയിട്ടിട്ട് ഒരുത്തൻ്റെ സീർബാത്തിലാവുന്ന തെളിയിച്ചാൽ 48 മണിക്കൂർ ഞാൻ ഇങ്ങനെ നേരം നടക്കൂല എന്ന് ഞാൻ പറയൽ തുടങ്ങിയിട്ട് കാലത്തില് അങ്ങനത്തെ ഒരുത്തനും വരണ്ടേ നടക്കൂ, ഞാൻ നടത്തി കാണിച്ചുതരാം. ആണുങ്ങളുണ്ടെങ്കിൽ വരികടാ. കോഴിമുട്ടമ്മ കളം വരച്ച് എഴുതിയിട്ട് ഒരുത്തൻ്റെ സീർബാത്തിലാക്കി കൊടുക്കാൻ പറ്റുക ആണുങ്ങളുണ്ടെങ്കിൽ വരികടാ. എൻ്റെ സീർബാത്തിലാണെങ്കിൽ ഒരു പണിയുണ്ട്. എന്ത് ദ്വാരന്നോ സ്വാരിയങ്ങളോട് ദ്വാരക്കാൻ പറഞ്ഞു. അപ്പോൾ ബാത്തിലാവും. ഇല്ലെങ്കിൽ മദീനയിലെ രാജാവിനോട് പറഞ്ഞു, ആളാണ് എല്ലാം നടത്തിത്തരാൻ നേറ്റത്. ഒമാ അർസൽനാക്കയില്ല റഹ്മത്തൽ ലിൽ ആലമീൻ. ആൾക്ക് സലാം പറഞ്ഞിട്ടാണ് ഈ പണി ഇവിടെ എടുക്കുന്നത്. ആളെ നോട്ടുണ്ടായതുകൊണ്ടാണ് നടക്കുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് ഞാൻ ഈ ക്ലാസ്സിൽ വന്നിരിക്കാൻ പറയുന്നത്. ഈ ക്ലാസ്സിൽ വന്നിരുന്നാൽ ഒരു ഉപകാരമുണ്ടാവും. എന്തേ? ഇത് മജ്‌ലിസ് ദുആണ്, ദുആന്റെ മജ്‌ലിസാണ്. ഏതാ ദുആ? ഇതൊക്കെ ദുആണ്. ഇപ്പം ഇരിക്കണ ഒക്കെ ദുആയാണ്, എല്ലാം ദുആയാണ്. വളരെ വളരെ ചിന്തിക്ക്, തല നന്നാക്ക്. ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. സീറ ബാത്തിലാവില്ലേ? ബാത്തിലാവും. ആരാ ബാത്തിലാക്ക്? ഏത് മക്കത്തെ മദീനത്തെ ബാത്തിലാക്കാണ്ട് ഇജ്ജന്നെ ബാത്തിലാക്കുന്നുണ്ട്. ഇജ്ജ് ബാത്തിലാക്കും. അമ്മയുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സൂ. ഏത് ബുദ്ധിമുട്ടും അവൻ തുറന്ന് പരിഹരിച്ചു കൊടുക്കും. ഇത് ഖുർആനാണ്. ഖുർആനിൽ വിശ്വാസമില്ലെങ്കിൽ നിന്റെ പേര് കാഫിറാണ്. മനസ്സിലായി പറഞ്ഞ് പറയും മനുഷ്യന്മാരെ. ഖുർആനിൽ വിശ്വാസമില്ലെങ്കിൽ നിന്റെ പേര് കാഫിറാണ്. എന്താ അർത്ഥം? അമ്മ യുജീബുൽ മുൽത്തറ, ഏത് ബുദ്ധിമുട്ടിയവനും അവന് ഉത്തരം കൊടുക്കും. ഇദാ ദഅാഹു, അവനോട് ദുആ ചെയ്താൽ. വയക്ഷിഫു സൂ, അവന്റെ ഏത് പ്രയാസവും അവൻ തുറന്ന് പരിഹരിച്ചു കൊടുക്കും. അതാണ് യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ നാദാഹു മുൽത്തറുൻ ജാബ ദുആഹു. ഹയ്യൂം, ഹയ്യായവനെ, ഖയ്യൂമായവനെ. യമൻ കുല്ലമാ നാദാഹു മുൽത്തറുൻ, ഒരു ബുദ്ധിമുട്ടിയവൻ അവനെ വിളിച്ചാലെല്ലാം അജാബ ദുആ, ഉടനെ ഉത്തരം. ഉടനെ ഉത്തരം. 2004 ഞാനും എൻ്റെ ഉമ്മയും എൻ്റെ അമ്മായിമ്മയും കൂടി ഹജ്ജിന് പോയി. 2004. അമ്മായിമ്മ കുറച്ചും കൂടി തടിയൊക്കെ കൂടുതലാണ്, ഉമ്മ അത്ര തടിയില്ല. അങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഉംറ ചെയ്യും. ഒരു ദിവസം ഉംറ ചെയ്യുമ്പോൾ മസ്അയിൽ നിന്ന് ആരോ അവിടുന്ന് മറ്റേ വലിയ ഫാന് ആണ്. ആ ഫാനിൽ കുട്ടികൾ അവിടുത്തെ സൈഡിലൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പം ആരോ വെള്ളം കുടിച്ചാൽ പകുതി വെള്ളമാക്കിയിട്ട് അവിടെ വെക്കും, സായിൻ്റെ അവിടെ. ആ 2 തിണ്ടുകളുണ്ട് അപ്പുറത്തും ഇപ്പുറത്തും. അതെന്തായെന്നറിയോ? അത് കുറച്ചൊക്കെ കഴിഞ്ഞാൽ അവിടുന്ന് ഈ ഫാൻ ഇങ്ങനെ തിരിഞ്ഞിങ്ങോട്ട് വരുമ്പോൾ അവരവിടെ വെക്കുന്ന നേരത്ത് ഫാൻ ഉണ്ടാവില്ല, കറക്കണ്ടാവില്ല, വേറെ ഭാഗത്തിൽ. പിന്നെ അതിങ്ങനെ തിരിഞ്ഞ് ഈ ഭാഗത്ത് നോക്കുമ്പോൾ അവിടെ അതിനെ 1 കിലോ കട്ടി വരെ വെച്ചാൽ പറക്കും. അജാതി കാറ്റാണ്. ഈ വെള്ളം, ഈ 1/2 ഗ്ലാസ് വെള്ളം അവിടെ പറക്കുമ്പോൾ എന്താവുന്നറിയോ? ആളുകൾ നടന്ന് മിനുസപ്പെട്ടതാണ് ആ മസ്അന്റെ ഇറക്കം. സഫാ കുന്നിട്ട് ഇറങ്ങണോടുത്ത് അവിടേക്ക് വെള്ളം ഇരിക്കും.
അപ്പോൾ അടുത്ത് വരുന്ന ആൾക്ക് സോക്സ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, സോക്സ് ഇല്ലെങ്കിൽ പ്രശ്നമില്ല. സോക്സ് ഉണ്ടെങ്കിൽ പിടുത്തം കിട്ടൂല, ഒരു ഗ്രിപ്പ് ഉണ്ടാവില്ല, അങ്ങോട്ട് വീഴും. സഈന് സോക്സ് നിർബന്ധമല്ല. സോക്സ് നിർബന്ധമാകുന്നത് എന്തിനാണ്? തവാഫിനാ. സഈൽ സോക്സ് നിർബന്ധമല്ല. അപ്പൊ അവിടെ എങ്ങനെ വരുന്ന നല്ലതാണ്, പക്ഷെ അവിടെ അതിനേക്കാൾ വലിയത് ഹദറാണ്, പ്രയാസം അനുഭവിക്കുക എന്നുള്ളതാണ്, ബുദ്ധിമുട്ടിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അവരിന് നല്ല തടിയുള്ള സ്ത്രീയാണ് അവർ, ഭാര്യൻ്റെ ഉമ്മ. ഇപ്പം സുഖമല്ല ഇറക്കുക, അള്ളാഹു തആല ശിഫ കൊടുക്കട്ടെ. അപ്പം അവർ ഞാനും ഇങ്ങനെ വരികയാണ്. അപ്പം സഈന് അവർ ആവേശമാണ്, ഉംറ ചെയ്ത് തീർക്കണം. ഇപ്പോൾ സഈൻ കഴിഞ്ഞാൽ മുടി മുറിച്ചാൽ കഴിഞ്ഞു. ഇങ്ങനെ മസ്അയിലൂടെ തന്നെ ഇറങ്ങുമ്പോൾ കിടക്കണമെങ്കിലും അങ്ങോട്ട് പോയി. പിന്നെ സഈയൊക്കെ ഒരു വിധത്തിൽ പൂർത്തീകരിച്ച് എങ്ങനെയൊക്കെയോ താങ്ങി പിടിച്ച് റൂമിൽ കൊണ്ടുവന്നു. അനങ്ങാനട് വയ്യ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അന്ന് നമ്മളെ കൂടെ ഹജ്ജിന് വരുന്ന ഒരു എന്താ പറയുക, ഒരു അലിക്കുരിക്കളുണ്ട്, നല്ലൊരു മനുഷ്യനാണ്. അലിക്കുരിക്കൾ വിളിച്ചു കൊണ്ടുവന്നു. അലിക്കുരിക്കളോട് അദ്ദേഹത്തിന് പിന്നെ ഈ വേദനക്കൊക്കെ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കും. അപ്പം അദ്ദേഹം ഒന്ന് പിന്നെ എന്ത് ചെയ്തു, ലസ്ഖത്തുൽ അഹ്ർ എന്ന് പറഞ്ഞ സാധനമുണ്ട്. അതായത് ഇങ്ങനെ പുറത്തെന്തെങ്കിലും വേദനയോ മറ്റും കൂടാണെങ്കിൽ നീര് വരാതിരിക്കാൻ വേണ്ടി ഒട്ടിക്കുന്ന സാധനം, അതുകൊണ്ട് എന്ന് അദ്ദേഹം ഒട്ടിച്ചു കൊടുത്തു. ഞാൻ നേരെ കാബാലയത്തിലേക്ക് നോക്കി, ഒറ്റ കരച്ചിലാണ് കരഞ്ഞു. പഠിച്ചോനെ, 2 പെണ്ണുങ്ങൾ, 2 വയസ്സ്, ഞാൻ നടുള്ള മനുഷ്യനാണ്. ഇതിന് എങ്ങാനും വിഷയം ഉണ്ടെങ്കിൽ റബ്ബേ എനിക്ക് ഹജ്ജ് പൂർത്തിയാക്കാൻ കഴിയില്ല. ഹജ്ജിന് മുമ്പാ സംഭവം. ഒരു ദിവസം ചെറിയൊരു വേദന ഉണ്ടായി, പിന്നെ കുറഞ്ഞു, പിന്നെ റാഹത്തായി, അങ്ങനെ പോയി. ചിന്തിക്കണം, യാ ഹയ്യു യാ ഖയ്യൂമു യാ മൻ കുല്ലമാ നാദാഹു മുൽതറുൻ. അവിടെ പഠിച്ചോളി. അങ്ങനെ കഴിഞ്ഞു. പിന്നെ മദീനത്ത് പോയി, അതിലൊക്കെ നടന്നു. പിന്നെ തിരിച്ചു വന്നു, ഇഹ്റാം ചെയ്ത് വന്നു. മിനയിൽ പോയി, അറഫയിൽ പോയി, തിരിച്ച് മിനയിൽ വന്നു. കല്ലെറിയാൻ പോയി. ഒരു ദിവസത്തെ കല്ലെറിയലിൽ പകരക്കാരനാക്കി. കാരണം അന്നൊരു വയ്യായ്മ ഉണ്ടായി. ഏതായാലും ഇങ്ങനെ അവിടെ ഒപ്പിച്ചു, എല്ലാം നടന്നു. വിദായിന്റെ തവാഫോ അതും ചെയ്തു, എല്ലാം കഴിഞ്ഞു. ബസ് കയറ്റി കൊണ്ടുവന്നു, ഫ്ലൈറ്റ് കയറി, ജിദ്ദേന്ന് വന്നു, ഫ്ലൈറ്റ് കയറി വന്ന് കരിപ്പൂർ ഇറങ്ങി. അപ്പം ഞാൻ മോശാക്കൻ വന്നിട്ടുണ്ട്, മോശാക്കനോട് പിന്നെ പ്രയാസം ഉണ്ടായി, ഇപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല, കൊണ്ടുപോയിക്കൊള്ളുന്ന പറഞ്ഞയച്ചു. അന്ന് രാത്രി വേദന ഇളകി. അൽഷിഫെ കൊണ്ടുപോയി നോക്കുമ്പോൾ നട്ടല് ഇവിടെ മുതൽ അടിവരെ പൊട്ടിയിട്ടുണ്ട്. 6 മാസം മലനടക്കം പറഞ്ഞു. ആ വേദന ഇപ്പോഴും ഇടക്കിടക്കളോ. അപ്പോൾ ആരാണ് ഹജ്ജ് നടത്തി തന്നത്? അല്ലാഹു. അവനാണ്. ഇതിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ 100 അനുഭവമുണ്ട്. വലിയൊരു അനുഭവമുണ്ട്. എനിക്കതിന് ഉത്തരമില്ല. ഒന്നും ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഹജ്ജ് പൂർത്തിയായി ചെയ്തു, ഒക്കെ കഴിഞ്ഞു. കരിപ്പൂര് വന്നിറങ്ങിയപ്പോഴും പ്രയാസമല്ല, കൊണ്ടുപോയിക്കോളി നടന്നു. അന്ന് വേദന ഇളകി. പിറ്റേന്ന് അതിരാവിലെ അൽഷിഫെ കൊണ്ടുപോയി. നട്ടൽ ഇവിടെ മുതൽ ഇവിടെ വരെ പൊട്ടി. എന്തേ? കുടുങ്ങിയവനാണ്. 2 പെണ്ണുങ്ങളടിയിലാണ് ഞാൻ, 2 വയസ്സാണ്. കുടിക്കരുത് കേട്ടോ, ഒറ്റ കരച്ചിൽ. അപ്പോൾ അള്ളാഹുവിൻ്റെ സമാധാനം വന്നു. ഞാൻ കൊടുക്കൂല, ചോദിച്ചാറാണ്ട. 2 ആളെ ഹജ്ജ് ചെയ്യിപ്പിച്ച കൂലി കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതുമാണ്. അങ്ങനെയാണല്ലോ, ഉമ്മാനെയും അമ്മായിമാനെയും കൂടി ഹജ്ജ് ചെയ്യുമ്പോൾ അതിനൊരു കൂലി ഉണ്ടല്ലോ. പൈസ അമ്മായിമാൻ്റെ അമ്മായും പൈസ അമ്മായിമനെ വാക്കണേ, ആ പൈസ ഉള്ളവർ തന്നെയാണ്. എന്നാലും അതിമൊരു ആൾക്ക് പണിയുണ്ടല്ലോ. അയാൾക്കറിഞ്ഞ് പ്രശ്നം പരിഹരിച്ചു. ആ പ്രശ്നം പരിഹരിച്ചിട്ടുമില്ല. നട്ടലോട്ടിയല്ലേ, പ്രശ്നം പരിഹരിച്ചില്ല. പക്ഷെ മക്കത്തെ ഹജ്ജ് റാഹത്തായി ചെയ്തു. എൻ്റെ കാരണം അമ്മയുജീബുൽ മുൽത്തറ. പറയാൻ ഒരു പരിഹാരമില്ല, ഒറ്റ പരിഹാരമുള്ളൂ. ഇതാണ് അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്. മോമിനായ മനുഷ്യൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇത് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കൊരു സിഹറും ഏൽക്കൂല. ഏൽക്കാം, പക്ഷെ നിലനിൽക്കൂല. അവൻ അത്രയും റഹീമാണ്. അവൻ നമ്മൾ കരയുന്നത് കണ്ടുക്കാൻ കഴിയില്ല. ആർക്ക്? അല്ലാഹ്. ഭയങ്കര.
എനിക്കെന്തെങ്കിലും അള്ളാഹു തആല നന്മ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു വിഷയത്തിലായിരിക്കാം. എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് അള്ളാഹനെ പഠിക്കുന്നത്? ഒരിക്കലും ഞാൻ സ്കെച്ചില്ലെങ്കിൽ ഫർദ് സ്കെച്ചോ സുന്നത്ത് സ്കെച്ചില്ല, ബേജാറാണ്ട എന്ത് ചെയ്തോ പറയാറുന്നു. സുന്നത്ത് സ്കരിക്കലോന് വാജിബില്ല. ദുആ ചെയ്യില്ലെങ്കിൽ നമ്മളോട് തെറ്റും. ദുആ ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റും. ഞാൻ സഹലിൽ നിന്ന് ഉദ്ധരിക്കുക. സഹലിനാണല്ലോ എപ്പോഴും ഞാൻ കൊണ്ടുവരാറുള്ളത്. സഹൽ ഇബ്നു അബ്ദുല്ലാഹി തുസത്തരി റളിയല്ലാഹു അൻഹു. ഞാൻ ഇടക്കിടക്ക് അവരെ വ്യാഖ്യാനങ്ങൾ പറയാറുണ്ട്. ഞാൻ സഹലിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്. സഹലിനേക്കാൾ വലിയ ഒരാൾ സൂഫി ചക്രവാളത്തിലില്ല. അത്രയും വലിയ മഹാനാണ് സഹൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു. അവരിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അവരെ ഇമാം ഖുശൈരി ഉദ്ധരിക്കുകയാണ്. അത് വായിക്കണം. ഖാല സഹലുൻ, സഹൽ പറഞ്ഞു റളിയല്ലാഹു അൻഹു, മുസ്ലിം ലോകം കണ്ട സൂഫി ചക്രവാളത്തിലെ ഏറ്റവും വലിയ മഹാനാണ് മഹാനായ സഹൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു. എന്താ സഹൽ പറയുന്നത്? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് അലൻ നബി സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. ഈ സദസ്സിൽ ഒരാളുണ്ട്. അയാൾ ഇന്നലെ എന്നോട് സംസാരം മധ്യേ പറഞ്ഞു, ഇന്നാലിന്നൊരു നാട്ടുകാരുണ്ട്, നാടൊന്നും പറയില്ല, അപ്പോൾ ഗൈബത്താവുമല്ലോ, ചിന്തിക്കാൻ വേണ്ടി പറയും. ചിന്തിക്കാൻ ആ നാട്ടുകാർക്ക് സിഹർ പോലെ ഇഷ്ടമുള്ളൊരു വിഷയമല്ല. ഒരു പഴം തൊലിച്ച് കഴിക്കുന്ന വേഗതയിൽ ഒരു സിഹറോര് ചെയ്യും. ഈ സദസ്സിലുണ്ട് ഈ വ്യക്തി, എന്നോട് പറഞ്ഞ വ്യക്തി ഈ മജ്‌ലിസിലുണ്ട്. ഇത് ഞാനിവിടെ ഉദ്ധരിക്കുന്നത് മനുഷ്യൻ ചിന്തിക്കാനാണ്. അപ്പം നാട്ടിൽ പോകേണ്ടത് നിനക്ക് പോകണം, ചാലഞ്ചാണ്, അവിടെ പോകണം. എന്താ രക്ഷ? മനുഷ്യൻ ശാസ്ത്രം പുരോഗമിച്ചപ്പോൾ വളർന്നത് സിഹറാണ്. ഇന്ന് ഡിജിറ്റൽ സിഹറാണ്. ഭയങ്കര ചെറുതൊന്നുമല്ല, ചെറുതേ അല്ല. കേട്ടുകൊണ്ട് വേഗം മറന്നാളെ. ഐസക് ന്യൂട്ടൻ പോലും സാഹിറായിരുന്നു. കേട്ടുകാളെ ഇപ്പം തന്നെ മറന്നാളെ. 100 കണക്കിന് തെളിവാൻ്റെ കയ്യിൽ, 100 കണക്കിന്. സർ ഐസക് ന്യൂട്ടൻ പോലും സാഹിറായിരുന്നു. നോസ്ട്രാഡാമസ് എന്താണെങ്കിലും സാഹിറാണ്. പടിഞ്ഞാറൻ ശാസ്ത്രം സീർ കൊണ്ടല്ലാതെ വളർന്നിട്ടേ ഇല്ല. ബ്ലാക്ക് മാജിക്. പടിഞ്ഞാറൻ ശാസ്ത്രം വളരുന്നത് സിഹർ കൊണ്ട് മാത്രം. സിഹറില്ലെങ്കിൽ ശാസ്ത്രത്തിനൊരു സെക്കൻഡ് മുന്നോട്ട് കഴിയില്ല. അത് വേറൊരു വിഷയമാണ്. അതിപ്പോൾ പറഞ്ഞ് ഞങ്ങളെ തലേ കയറൂല. നിങ്ങൾ വീണ്ടും എന്നെ ട്രോളും. റമദാനിൽ ഒരു ട്രോളൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ ട്രോളിലേക്ക് പോകുന്നത്. മനസ്സിലാക്ക, ആധുനിക ലോകത്തുള്ളത് ഒരു സാധനം സിഹറാണ്. എന്താണ് എൻ്റെ പരിഹാരം? ദുആ. أمن يجيب المضطر إذا دعاه أمن يجيب المضطر إذا دعاه ويكشف السوء. أمن يجيب المضطر, ബുദ്ധിമുട്ടിയവന് ഉത്തരം കൊടുക്കുന്നവൻ അവനല്ലാതെ ആരാണ്? ഇദാ ദഅാഹു, അവൻ പ്രാർത്ഥിച്ചാൽ, വയക്ഷിഫു സൂഅ, ഉടനെ അവന്റെ പ്രശ്നം അല്ലാഹു തആല പരിഹരിക്കും. അപ്പൊ ഈ എന്ത് ചെയ്യാന്നറിയോ? നമ്മൾ ഒരു നിലക്ക് പോവുകയാണെങ്കിൽ കസ്തൂരിമാനിനെ പോലെയാണ്. നമുക്കൊരു സിഹർ പറ്റും. ആധുനിക ലോകമല്ല സിഹർ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ ആലോചിക്കും, എവിടുന്നാണ് ഞമ്മക്കൊരു തങ്ങളുട്ടിനെ കിട്ടുക സിഹർ വാത്തിലാക്കാൻ? എവിടുന്നാണ് നമുക്കൊരു മൂല്യത്തിനെ കിട്ടുക സിഹർ വാത്തിലാക്കാൻ? വേണ്ട. ഈ കസ്തൂരിമാനിനെ പോലെയാണ്. കസ്തൂരിമാൻ വാസന അടിച്ചാൽ കസ്തൂരിമാനിലെ കസ്തൂരി വിളയും. അപ്പോൾ അതാകെ ഓടും. എവിടുന്നാ വാസന എന്നറിയാൻ. അതൊരിക്കലും എവിടുന്നാണ് വാസന എന്ന് കണ്ടെത്താൻ കഴിയില്ല. കസ്തൂരിമാനിന്റെ വാസന മാനിന്റെ മേലിൽ തന്നെ വരുന്നത്. ഇതന്നെയാണ് നമ്മൾക്ക് വലിയ തങ്ങളുട്ടിന് മൂല്യത്തിന് തെരഞ്ഞിച്ച് വേണ്ട. എൻ്റെ സിഹർ ബാത്തിലാക്കേണ്ടത് ഇതാണ്. എൻ്റെ സിഹർ ബാത്തിലാക്കേണ്ടത് ഞാനാണ്. എന്നെ സിഹർ ബാത്തിലാക്കാൻ ഒരു കുഞ്ഞിച്ചട്ടിയും കുഴിച്ചിടുകയല്ല വേണ്ടത്. എൻ്റെ ഈ രണ്ടൊരു കുഞ്ഞിച്ചട്ടി പോലെ ഉണ്ടാക്കുക. ഇങ്ങനെ പറയാം സിഹറാണോ? അത് കാരണം എന്നെ പഠിച്ചത് നീയല്ല, റബ്ബാണ്. അവനൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ബുദ്ധിമുട്ടിട്ട് എന്നെ വിളിച്ചാൽ ഉത്തരവുറപ്പാണ്. മനസ്സിലാവുണ്ട് പറഞ്ഞത്. ഇത് ഖുർആനാ. ഏതാ സൂറത്ത്?
നംല് എത്രാമത്തെ ആയത്ത്? 62. മറക്കരുത്. മയുജീബുൽ മുദ്റ ഇദാ ദാ വയക്ഷിഫു സൂഉ. സഹീൽ പറയാണ് റളിയല്ലാഹു അൻഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ പടച്ചു. എന്നോട് പറഞ്ഞു കാല. എന്നിട്ട് സൃഷ്ടികളോടെല്ലാം അവൻ പറഞ്ഞു, നാജൂനി, എപ്പോഴും എന്നോട് സംഭാഷണം നടത്തണമേ, എന്നെ അഭിമുഖീകരിച്ച് സംഭാഷണം നടത്തണമേ എന്ന് പറഞ്ഞു. എന്തുണ്ടെങ്കിലും സംഭാഷണം നടത്താൻ എന്നോട്, നിങ്ങൾ എല്ലാ പ്രശ്നവും ഓരോ സെക്കൻഡിലും എന്നോട് പറയണേ എന്ന് പറഞ്ഞു. ഫഇല്ലം തഫഅലു, എന്നെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ മാത്രമുള്ള ഉയർച്ച നിങ്ങൾ നേടിയിട്ടില്ലെങ്കിൽ ഫൻദുറു ഇലയ്യ, ഒന്ന് നോക്കിയെങ്കിലും ചെയ്യ്. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഞാൻ ഒറ്റമൂലി പറഞ്ഞു തരട്ടെ. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരാൾക്ക് ഒറ്റമൂലി. ആകാശത്തേക്ക് നോക്കുക. യാ വഹാബ്, 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 യാ വഹാബ്. ഒരു തവണ 100 വട്ടം പറയാം. എത്ര തവണ പറഞ്ഞാലും അത്രയും നല്ലതാണ്. തീർന്നിരിക്കും, ആ കടം തീർന്നിരിക്കും. 41 ദിവസം ഇത് നിങ്ങൾ ദായിമാക്കുക. എന്നിട്ട് നിങ്ങളെ കടം തീർത്തില്ലെങ്കിൽ ഞാൻ തീർത്തേണ്ട. പക്ഷെ കാസിം ഉസ്താദ് തീർത്തിരുന്ന് വിചാരിച്ച് നിങ്ങളൊരു അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ എന്താവില്ല, അതിനടക്കണ്ട. ഞാനോട് തീർക്കൂല, അന്നെ കൊണ്ട് തീർപ്പിക്കും. യാ വഹാബ് ഒറ്റ തവണ 100 വട്ടെങ്കിലും, കയ്യൻ പൊന്തിയാൻ 100 വട്ടം യാ വഹാബ് മേലക്ക്. ഈ മാസത്തിൻ്റെ ഉള്ളിൽ ആകാശത്തേക്ക് നോക്കിയിട്ട് പൊട്ടിക്കഴിഞ്ഞത് വേർക്ക് വന്നവർക്ക് കൈപൊക്കാം. ഒരു മാസത്തിനുള്ളിൽ ഒരാളുണ്ട്, 2 ആളുണ്ട്, 3 ആളുണ്ട്, 4 ആളുണ്ട്, 4-5 ആളുണ്ട്. നീ അടി ചോദിക്കണില്ല. ഇന്നലെ മാനത്തേക്ക് ആകാശത്തേക്ക് നോക്കി കരഞ്ഞവർക്ക് കൈപൊക്കാം. ഒരാളുണ്ട്, 2 ആളുണ്ട്, 3 ആളുണ്ട്, എന്നാൽ 4 ആളുണ്ട്, 5 ആളുണ്ട്. നടന്നിരിക്കും, നടക്കും. എന്ത് നടക്കും? വഹാബായ റബ്ബേ, യാ വഹാബ്, യാ വഹാബ്, യാ വഹാബ്, യാ വഹാബ്. ഇതിന്റെ അർത്ഥം ഔദാര്യം ചുരിഞ്ഞു കൊടുക്കുന്നവനെ അങ്ങോട്ട് കൂട്ടിക്കന്നെ മൗഹിബത്ത് അങ്ങോട്ട് കൂട്ടിക്കന്നെ. അതാണ് വഹാബ്. യാ വഹാബ്, യാ വഹാബ്. പൊട്ടിയാൽ കരഞ്ഞോ? ഇത് ഒരു ദിവസം തന്നെ പലതവണ ചെയ്യാം. 41 ദിവസത്തിനുള്ളിൽ നീ ഒരു മുഅ്മിനാണെങ്കിൽ എൻ്റെ പ്രശ്നം തീർന്നിരിക്കും. നിന്റെ പ്രശ്നം തീരും. അതല്ലാത്തൊരു പ്രശ്നം ഇന്നീ ഭൂമിയിലില്ല. 5 കൊല്ലം കുഞ്ഞിച്ചട്ടി തല്ലൊക്കെ പോണ്ട. ഒറ്റ 41 ദിവസം മതി. ഇല്ലെങ്കിൽ റഹ്മത്തുള്ളാഹിന്റെ പേര് മാറ്റും. അല്ലെങ്കിൽ തന്നെ പലരും എൻ്റെ പേര് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് മാറ്റാം. നിങ്ങൾ പേടിക്കണ്ട, നടക്കും. എന്തുകൊണ്ടാണ് നമ്മൾ ഒറ്റയാൾ പെട്ടാണ് നടത്തുന്നത്? നമുക്കൊരാളുണ്ട്, നമ്മളെ റബ്ബ്. പേടിക്കണ്ട. ഒരു ചുക്കും രോമത്തെ തൊടാൻ കഴിയില്ല. രോമത്തെ തൊടൂല. ജിൻ്റെ പണിയെടുത്ത് പറഞ്ഞിട്ട് പണിയെടുത്ത് ഒരു ചുക്കും ചെയ്യൂല, ഒരു രോമം തൊടൂല. മനസ്സിലാണ്ട് പറഞ്ഞത്? അള്ളാഹു പറഞ്ഞു, സൃഷ്ടികളെ പഠിച്ചപ്പോൾ എന്നെ നിങ്ങളെപ്പോഴും അഭിമുഖീകരിക്കണം, അല്ലെങ്കിൽ എന്നിലേക്ക് നോക്കണം. അതിൻ്റെ അർത്ഥം അള്ളാഹു ആകാശത്തിരിക്കാന്നല്ല. ഏതൊരു സൃഷ്ടിയും കുടുങ്ങിയാൽ ചെയ്യുന്നത് മുകളിലേക്ക് നോക്കലാണ്. റഹ്മത്ത് വരുന്ന സ്ഥലം മുകളാണ്. 2 സ്ഥലത്തൂടെ ഇബ്ലീസ് കയറൂല. ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഇബ്ലീസ് കയറൂല, 2 താഴെ നിന്ന് മുകളിലേക്കും കയറൂല. ഒന്ന് റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലം, 2 സുജൂദിന്റെ സ്ഥലമാണ്. താഴെ നിന്ന് ഇബ്ലീസ് കയറൂല. ഇബ്ലീസ് 4 ഭാഗത്തൂടെ കയറുള്ളൂ. നിന്റെ കൂടെ ഇല്ല. ആയത്തുണ്ടല്ലോ ഖുർആനിൽ, 4 ഭാഗത്തേ ഇബ്ലീസ് കയറുള്ളൂ. ഖുർആനിൽ ആയത്തുണ്ട്, അറിയോ? ഖുർആനിലുണ്ട്, ആയത്ത് അറാഫിലുണ്ട്. ثم لآتينهم من بين أيديهم ومن خلفهم وعن أيمانهم وعن شمائلهم ولا تجد أكثرهم شاكرين. ഒരു മനുഷ്യനെ 6 ഭാഗമുണ്ട്. മുന്ന്, പിന്നെ, വലത്, ഇടത്, മുകള്, താഴെ. ആ 2 സ്ഥലം പറഞ്ഞല്ലോ. മുകളും പറഞ്ഞില്ല, താഴെ.
6 മുഖമുള്ളത് കൊണ്ടാണ് അറുമുഖൻ എന്ന് പേര് വന്നത്. മനസ്സിലായില്ലേ? ചിന്തിക്ക് തല കൊടുത്ത് ചിന്തിക്ക്. ഒരു വസ്തുവിന് 6 ഭാഗമുണ്ട്. മുന്നേ, പിന്നെ, വലത്, ഇടത്, മുകള്, താഴെ. ഈ ആയത്തിൽ മുകളും താഴെയും പറഞ്ഞില്ല. എന്തേ? അള്ളാഹിന്റെ അടുക്കൽ മുകളും താഴെയില്ല. അള്ളാഹ് ഈ സൃഷ്ടികൾക്ക് ഉണ്ട്. പിന്നെന്തേ പറഞ്ഞു? ഇബ്ലീസിലെ കയറൂല, മുകളിലൂടെ ഇബ്ലീസ് കയറൂല. എന്തുകൊണ്ട്? അത് മകാനു നുസൂലി റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ് മുകൾ ഭാഗം. തൊടൂല. 2 വസ്ജുദ്, അള്ളാഹുവിന്റെ അടിമകൾ സുജൂദ് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കുന്ന സ്ഥലമാണ് ഏത്? സുജൂദ് ചെയ്യ്, എന്നിലേക്ക് അടുക്ക്. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുന്ന സ്ഥലമാണ് ഏത്? താഴെ. താഴെയുടെ ആര് കയറൂല? ശൈത്താൻ കയറൂല. ശൈത്താൻ 4 ഭാഗത്തേ കയറുള്ളൂ. മുന്നേ കൂടെ കയറാം, പിന്നെ കൂടെ കയറാം, വലത്തും കയറാം, ഇടത്തും കയറാം. അപ്പോൾ എന്താണ് ഇവിടെ മുകളിന്റെ പ്രത്യേകത? മകാനും നുസൂലി റഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ്. മനസ്സിലായേ? അതിലേക്ക് നോക്കുമല്ലോ. ഇപ്പൊ തണ്ണിയും വെച്ച്, പഴയ കാലത്ത് അടുപ്പിൽ തണ്ണിയും വെച്ച് ചൂടാക്കി പാപ്പ പണി കഴിഞ്ഞ അരിയും കൊണ്ട് വരും വിചാരിച്ചിട്ട് ഉമ്മ ഇരിക്കുന്ന ഒരു കാലം നമ്മളെ വീടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ഏകദേശം വീടുകളിലൊക്കെ. അപ്പൊ എല്ലാരും എന്ത് ചെയ്യും? ഉമ്മ വെള്ളം ചൂടാക്കി 5 മണി 4 മണി 5 മണിയായി, പണി കഴിഞ്ഞ് പാപ്പയുടെ നേരായി. അപ്പൊ എന്ത് വേണം? ഇനി ഇത് അരിയിട്ടാലും കുട്ടികൾക്ക് വേഗം മകരിവിന് തന്നെ ഭക്ഷണം കൊടുക്കാം. അപ്പൊ ഉമ്മ പിന്നെ ആ തണ്ണി ചൂടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാ? പിന്നെന്താ അമ്മ ചെയ്യാ? നേരെ മുൻഭാഗത്ത് വന്നിട്ട് അങ്ങനെ നോക്കിക്കും. എങ്ങോട്ട്? ആ വഴിയിലേക്ക് എങ്ങനെ നോക്കിക്കും. ആ മനുഷ്യൻ വരുന്നുണ്ടോ? പക്ഷോനെ വരുന്നുണ്ടോ? വരുന്നുണ്ടോ? ഇത് നമ്മുടെ നാട്ടിലുണ്ടായിട്ടില്ലേ? പറയേ. അതെ, നോക്കി അങ്ങനെ നിൽക്കും. അതാ സ്ഥലം, റഹ്മത്ത് വരുന്ന സ്ഥലമാണത്. മനസ്സിലായില്ലേ? അള്ളാഹുവിന്റെ റഹ്മത്ത് ഇറങ്ങുന്ന സ്ഥലമാണ് ഏത്? മുകൾ ഭാഗം. ഇബ്ലീസ് കയറൂല. താഴെ ഭാഗം സുജൂദാണ്, കയറൂല. വളരെ ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം? ഇങ്ങനെ നോക്കണം, അവിടെ അള്ളാഹു അവിടെ അങ്ങനെ ഇരിക്കണം എന്നല്ല, അവന്റെ നുസൂൽ റഹ്മത്തിന്റെ സ്ഥലമാണ് ഏത്? മുകൾ ഭാഗം. ഒന്നിരിക്കൽ നിങ്ങൾ എന്നോട് സംസാരിക്കണം, അതിനപ്പം നിങ്ങളൊരു മൊഹീദ്ദീൻ ശൈഖ് റിഫായി ശൈഖ് ആകണം. അപ്പോഴേ മുനാജാത്ത് നടക്കുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാ? എന്നെ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കേൾക്കുകയെങ്കിലും ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ എന്റെ വാതിൽക്കൽ വന്ന് നിൽക്കുക. നിങ്ങൾ ആവശ്യം ആ വാതിൽക്കൽ ഇറക്കി വെക്കുക. നിങ്ങൾ വാതിൽക്കൽ ആവശ്യം ഇറക്കി വെക്കുക. അങ്ങനെ അങ്ങനെ വിതുമ്പുക. അങ്ങനെ ഉണ്ടല്ലോ പരിപാടി. മുട്ടായി വാങ്ങാൻ പൈസ ഉമ്മ കൊടുത്തില്ല, പിന്നെ കുട്ടിക്ക് എന്താ ചെയ്യാനുള്ളത്? കരിയ ഇടക്കിടക്ക് തേങ്ങും. മെസ്സിയെ ഞാൻ ചോദിക്കൂല, എനിക്ക് മുട്ടായി വാങ്ങാൻ പൈസ ആണെന്നാൽ പിന്നെയും പറയും. മെസ്സിയെ ഞാൻ ടൂറിന് പോട്ടെ, മലമ്പുഴയൊക്കെ ഉള്ളൂ, വൈകുന്നേരം നമുക്ക് മടങ്ങി വരാം, എനിക്ക് 1000 രൂപ എന്നാൽ മതി എന്നറിയും. അത് തരില്ല അറിയും. പിന്നെയും പറയും, പിന്നെയും വിരുമ്പും. ഉമ്മാൻ്റെ അടുത്ത് ആവശ്യം ഇറക്കി വെച്ചു, പിന്നെ വിരുമ്പും. അപ്പൊ റഹീമത്തുൽ ഖൽബായ ഉമ്മാക്ക് തള്ളാൻ കഴിയില്ല. ഉമ്മാക്കിനെ തള്ളാൻ കഴിയില്ലെങ്കിൽ കോടാന 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 കോടി ഉമ്മമാരെ പഠിച്ച റബ്ബിന്റെ റഹ്മത്ത് എത്ര. നിങ്ങൾ ഒരാളെ പേടിക്കണ്ട. ആരെ പേടിച്ചാളെ? ഒരാളെ കണക്കാക്കണ്ട, അള്ളാനെ കണക്കാക്കിക്കളെ. ആരെയും കണക്കാക്കണ്ട, അള്ളാനെ കണക്കാക്കിക്കളെ. നടത്തി തരും. പക്ഷെ ഓൻ്റെ വാതിൽക്കൽ പറയണം. നമ്മൾ ഓൻ്റെ വാതിൽക്കൽ പറയില്ല. നമ്മൾ അഷ്റഫ് മോദിനെ കാണുമ്പോൾ പറയും, കാര്യമൊക്കെ പോക്ക. അത് കഴിഞ്ഞിട്ട് പിന്നെ അൻവറിനെ എൻ്റെ നിലമ്പൂർ ഓഫീസിൽ പോയി കണ്ടു. എന്താ പറയുക, ഒന്നും നേരെയല്ല. അങ്ങനെ അങ്ങനെ നടക്കും. ഇതിനൊന്നും ആവശ്യമില്ല, അതിനൊക്കെ എണ്ണ വേണം. മനസ്സിലായില്ല? ഇന്നിങ്ങനെ ഇറങ്ങി ഇവരൊക്കെ ഓഫീസിൽ പോയി ഇറങ്ങി അതിനനുസരിച്ച് എന്ത് വേണം? ഇവിടെ 10 ദിവസം അരിക്ക് വാങ്ങാനില്ലാത്ത അവസ്ഥയിലായി. പിന്നെ എങ്ങനെ പെട്രോൾ വാങ്ങുക? ഇതിനൊന്നും ആവശ്യമില്ല. ഇവിടെ ഇരുന്നോ, ഇവിടെ ഇരുന്നു. ഇരിക്കണ സ്ഥലം ഒരു പക്ഷേ കാബയേക്കാൾ പ്രധാനമായിരിക്കും. ട്രോളിക്കോളി നിങ്ങൾക്ക് നടക്കാം, നിങ്ങൾക്ക് നടക്കാം. എൻ്റെ അടുത്തേക്ക് കാബ വന്നിട്ടുണ്ട്, ഇനിയും വരും. എൻ്റെ ജീവിതത്തിൻ്റെ അടുത്തേക്ക് കുടുങ്ങിയപ്പോൾ കാബ വന്നു. അങ്ങനെ സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മദീനയും വരും, കുടുങ്ങിയാ വരും. അങ്ങനത്തെ സംഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞു. മനസ്സിലായോ പറഞ്ഞത്? അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നിർവാഹമല്ല,
അപ്പോൾ കഅബ വന്നു. നട്ടപ്പാതിരക്ക് കഅബ വന്നു. അങ്ങനെ ഉണ്ടാവും. അന്തള്ളവരോട് പറഞ്ഞിട്ട് വരുള്ളൂ, അന്തല്ലാത്തവർ പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. അള്ളാഹ് നമുക്ക് ബോധം തരട്ടെ. ഈ എല്ലാം വരും. ഈ മോമിനാണെങ്കിൽ വരും. എൻ്റെ വീക്ഷണം എല്ലാവരും പറയാറുണ്ട് എന്നെ മദീനത്ത് പോയി മരിക്കാൻ ദ്വാരക്കിയെന്ന്. ഞാൻ അങ്ങനെയാണ് പറയില്ല. ഞാൻ പറയുന്നത് മൂത്തോട് തന്നെ മരിച്ചിടക്കുക, മദീന അങ്ങോട്ട് വരിക. അങ്ങനെ ഉണ്ടാകാലോ. ഒരു മൂമിനായ മനുഷ്യൻ, അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന മനുഷ്യൻ കിടക്കണമൊക്കെ മദീനയാണ്. അതെവിടെ കിടന്നാൽ മദീനയാണ്. കാരണം അവന്റെ കൽബ് നിറയാരാ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നമ്മൾ ഇവിടെ അടങ്ങാറായി അവിടെ അടങ്ങാറാവും? അടങ്ങാറാണ്ടല്ലോ. നിങ്ങൾ അടങ്ങാറാവും, ഞാൻ അവിടെ അടങ്ങാറാവില്ല. ഞാൻ ഇവിടെ നിങ്ങളെ ചീത്ത കുറിച്ച് കേൾക്കും. അല്ല, ഇവിടെ അടങ്ങാറാകുകയാണ്. മുമ്പൊരു വയലാറിൻ്റെ പാട്ടാന്നാണ് എൻ്റെ ഓർമ്മ. ചിരിച്ചിട്ടും മരിച്ചിട്ടും മരിച്ചാലും നരകത്തിലാണെങ്കിൽ, അല്ല കരഞ്ഞിട്ട് മരിച്ചാലും, അങ്ങനെ വയലാറാണ് എൻ്റെ ഓർമ്മ. കരഞ്ഞിട്ട് മരിച്ചാലും നരകത്തിലാണെങ്കിൽ എന്നാൽ ചിരിച്ചിട്ട് മരിച്ചൂടെ. വയലാറാണ് എൻ്റെ ഓർമ്മ. വയലാറിൻ്റെ നല്ല കുറച്ച് കുസൃതി. വയലാർ വലിയ കമ്മ്യൂണിസ്റ്റാണ്. കേരളത്തിൽ കമ്മ്യൂണിസം വളർത്തിയത് EMS അല്ല. EMSന് വിക്കൊണ്ട് വല്ലാതെ വർത്താനം പറയാൻ കഴിഞ്ഞില്ല. കേരളത്തിൽ കമ്മ്യൂണിസത്തെ ജനകീയമാക്കിയത് വയലാർ രാമവർമ്മയാണ്. വയലാറിൻ്റെ ഒരു പാട്ടാണ്. കരഞ്ഞിട്ട് മരിച്ചാലും നരകത്തിലാണെങ്കിൽ എന്നാൽ ചിരിച്ചിട്ട്. അതായത് ഇവിടെയും കരയാം അവിടെയും കരയാം. ഉണ്ടാവില്ല. അതൊന്നുണ്ടാവില്ല. കാരണം അവൻ റഹീമാണ്, അവൻ വലിയ കരുണുള്ളവനാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അവൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ചിന്തിക്കണം. അള്ളാഹുവിന്റെ വാതിൽക്കലർക്കൊക്കെ ഇത് തന്നെ ഷഹ്റുദ്ദുആ. ഇത് ഏത് മാസമാണ്? ദുആന്റെ മാസമാണ്. നട്ടപ്പാതിരക്ക് 3 മണിക്ക് എണീറ്റ് ദുആ ചെയ്ത് തഹജ്ജുദ് നിസ്കരിച്ച് 12 റക്അത്ത് നിസ്കരിച്ച് പിന്നെ 11 റക്അത്ത് വിത്റും നിസ്കരിച്ച് എന്നിട്ട് യാസീൻ ഓതി ദ്വാരക്കണം എന്ന് വിചാരിച്ചിരുന്നു. പെണ്ണുങ്ങൾ ഉരുട്ടി എന്തോ ഉണ്ടായി. ഉമ്മാക്ക് തലവേദനയായി. ഉമ്മാന്റെ തല കുറെ പിന്നെ ബാമത്ത് പുരട്ടി കുറെ ഉമ്മാന്റെ അടുത്തിരുന്ന്. കുട്ടി കരഞ്ഞു. അപ്പൊ കുട്ടീൻ്റെ അടുത്ത് പോയിരുന്ന് എന്തൊക്കെയോ കുട്ടികൾ, കലബിലെ കുട്ടി അവിടെ പ്രശ്നം തീർത്ത് ഒക്കെ ആയപ്പോൾ ഇനി കടന്നുറങ്ങാൻ 1 മണിയായി. പിന്നെ നമുക്ക് ഓർമ്മയില്ല. പിന്നെ പെണ്ണുങ്ങൾ ഉരുട്ടി വിളിക്കുക. അപ്പോൾ 5:20 വാങ്കാണ്. അപ്പൊ നമ്മൾ എന്തേ ആളൂ 5:18 ആയിട്ടുണ്ട്. ഉരുട്ടി എത്ര നേരമായി മനുഷ്യങ്ങളെ ഞാൻ ഉരുട്ടണ്. അപ്പോൾ ഇവിടുന്ന് നോക്കും 5:18, 2 മിനിറ്റ് കൊണ്ട് മാങ്ങ കൊടുക്കും. അത്താഴത്തിന് നേരമല്ല, ഒന്നും പറ്റൂല. അത്താഴം മുണങ്ങിയിട്ടില്ലെങ്കിൽ എനിക്കൊന്നും വരാനില്ല. എന്ത് ചെയ്തോ? പഠിച്ചോനെ നിസ്കരിച്ചോ? ഇല്ല. എൻ്റെ തഹജ്ജുദ് ആർക്കാ വേണ്ട? എൻ്റെ ദ്വാരണവനുണ്ട്. ഞാൻ നിന്റെ അടിമയാണ്. മറ്റേ പണിയാ ജസിയായിട്ടുണ്ട് പണിയെടുക്കും. എന്ത് തഹജ്ജുദ് നിസ്കരിച്ചു? ദ്വാർന്നില്ല. എന്ത് തെങ്ങിന് കളച്ചു? ദ്വാർന്നൊന്നുമില്ല. എന്നോട് തെങ്ങിന് കളച്ചാൽ കൂലി നിർബന്ധമാണ്. ബസ്സിന്റെ മേലെന്ന് വലിയ ചാക്ക് എന്റെ ഇത് കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്ന ചാക്ക് ബസ്സിന്റെ മേലെന്ന് നേരെ നിലമ്പൂരങ്ങാടിയിൽ ഇറക്കി. ഒരു ദ്വാരക്കുണ്ടോ? മലയാളി വലോം തരണേ. എന്റെ പണിയാണ് എടുത്താൽ കൂലിയോട് കിട്ടും. അതന്നെയാണ് എന്റെ നിസ്കാരം. എന്റെ നമ്മൾ നിസ്കരിച്ചിക്കണമെങ്കിൽ കൂലി വാങ്ങാൻ നമ്മൾ പഠിച്ചു. സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുകയും നമ്മൾ വയലുകളെല്ലാം നമ്മൾ തന്നെ പെങ്കിളിയെ പറയടാ. അപ്പൊ ഈ കമ്മ്യൂണിസ്റ്റ് നിസ്കാരക്കാരനാ. നിസ്കരിച്ചില്ല, ജന്തിടളാ പറയങ്ങായി. ഉള്ള തഹജ്ജുദ് ഇപ്പൊ ഇയാളെ കൊണ്ട് മുടങ്ങി അങ്ങായി. എനിക്ക് തഹജ്ജുദിനേക്കാൾ വലുതാണ് എന്ത്? മുടക്കണ്ട. തഹജ്ജുദ് നിസ്കരിച്ചാൽ അൽഹംദുലില്ലാ അതൊരു സന്തോഷാണ്. എന്ത് വിരുന്ന് വന്ന് നമ്മളോട് 10,000 റുപ്യ എന്നോട് കടം വാങ്ങാൻ വേണ്ടി ഞാൻ വരുമ്പോൾ ഒരു 2 കിലോ ഏത്തപ്പഴം കൂടി വാങ്ങി. അപ്പൊ ഞങ്ങൾക്ക് വല്ലാതെ എന്നെ തള്ളാൻ പറ്റൂല. തിരിഞ്ഞില്ല. ഞാൻ അൻവറിനോട് 10,000 റുപ്യ കടം വാങ്ങാൻ വേണ്ടി ചെന്നപ്പോ എന്ത് ചെയ്ത് ഒരു 2 കിലോ മൊസമ്പി 2 കിലോ നേന്ത്രപ്പഴം കൂടി വാങ്ങിയിട്ടാണ് അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് പിരിച്ച് നാറ്റി പിടിച്ച് 2 കിലോ ഏത്തപ്പഴം 2 കിലോ മൊസമ്പി ഒക്കെ വാങ്ങിക്കൊണ്ടേ വെച്ച് വർത്താനൊക്കെ പറഞ്ഞ് തിരിച്ചു പോകാൻ ഒരുങ്ങുമ്പോൾ പിന്നീട് അവർ 10,000 റുപ്യൻ്റെ അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ ഇതിപ്പോൾ വാങ്ങിക്കൊണ്ടേ വെച്ചും ചെയ്തല്ല പഠിച്ചോനെ ഈ കാക്കാനെ കൊണ്ട് പോയി. അപ്പൊ എനിക്ക് കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ.
ഏത്തപ്പഴം കേരളത്തിലേക്ക് മുഴുവൻ വിതരണം ചെയ്യുന്നത് എൻ്റെ ഓഫീസിൽ. പിന്നെ എന്തിനാ ഞങ്ങൾക്ക് ഏത്തപ്പഴം? ഇല്ല, ഈ ലോകത്തുള്ളവർക്കൊക്കെ റഹ്മത്ത് കൊടുക്കണം അള്ളാന്റെ ഓഫീസിൽ നിന്നാണ്. പിന്നെ എന്തിനാണ് എങ്ങനെ 10 റക്അത്ത് നിസ്കാരം കൊണ്ടേ കൊടുക്കുന്നത്? കൊടുത്തടാ, ഒരു സന്തോഷമാണ്. കൊടുക്കാൻ കഴിഞ്ഞില്ല, ബേജാറാണ്ട. ഇയാളുള്ള സാഹചര്യം നിർത്തോടാ. ഞാൻ എൻ്റെ മൂട് മേപ്പെടാക്കിയിട്ട് എന്താ കാര്യം? എനിക്ക് ഹക്കുമത്തിനുണ്ട്. ഒരു പള്ളി പ്രസിഡന്റിനെ പറ്റി ആരോപണം വന്നു, ലക്ഷക്കണക്കിന് ഉറുപ്പ്യക്ക് തലല്ലാണ്. തിരിച്ചും മറിച്ചും കമ്മിറ്റി നോക്കിയിട്ടും ലക്ഷക്കണക്കിന് ഉറുപ്പ്യക്ക് തലല്ല. അപ്പൊ മുമ്പ് ജനറൽ ബോഡിയിൽ പറഞ്ഞ് ഞാൻ 40 റക്അത്ത് തഹജ്ജുദ് എല്ലാ ദിവസവും നിസ്കരിക്കണ്ട, എന്നിട്ടാണ് ഞാൻ ഇതൊക്കെ നടത്തിയത്. അപ്പോൾ പറഞ്ഞേ നിങ്ങൾ ഒന്നും നിസ്കരിക്കണ്ട, പൈസ അക്കും ബാത്തിലില്ലാത്തവൻ തഹജ്ജുദിന് എന്ത് വിലയുള്ളൂ? ഓന്റെ ഒന്നിനെ വിലയുള്ളൂ. എന്തിനാ? സംഗതി പറ്റിയിട്ടുണ്ട് പഠിച്ചോനെ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല, ആണകാലത്ത് കൊടുത്തോളാം, ജിന്നെ മാനം കെടുത്തല്ലേ. അപ്പോഴും ഓം ആരെ മുന്നിൽ താഴ്ന്നു. അള്ളാഹു എന്നെ ഒരു എക്സ്ക്യൂസും ഇല്ലാത്ത വിഷയമാണ് എന്ത്? അത് എക്സ്ക്യൂസ് ഇല്ല. നിങ്ങൾ ഒരാളെടുത്തുമ്പോൾ ഉണ്ടാവും. മനസ്സിലായോ? നിങ്ങളൊരു സ്വാലിയായ മനുഷ്യനെ സ്വാലിന്ന് ഉറപ്പുണ്ടെങ്കിൽ സ്വാലി എന്ന് പറഞ്ഞ പേരുണ്ടായിട്ട് കാര്യമല്ല. മനസ്സിലായില്ലേ? ഒന്ന് സ്വാലി എന്ന് പേരുണ്ടാവും. സ്വാലിയാന്ന് ഉറപ്പുണ്ടെങ്കിൽ ഒന്ന് മന്ത്രിപ്പിച്ചാളാം. ഈ പണിയെടുത്താൽ പിന്നെ സിഹിർ ബാത്തിലാക്കാൻ വലിയ പണിയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ എന്ത് ചെയ്യുന്നറിയാം, ഡോക്ടർ അടക്കണ്ട് 2 ഡോക്ടർമാരുണ്ട് ഈ മജ്‌ലിസിൽ. ഇതാ ഈ എന്ത് ചെയ്യുന്നറിയോ, കൂടുതൽ മരുന്ന് കൊടുക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ട്രിപ്പിടും അല്ലേ? ഒരു മനസ്സിലായില്ലേ പറഞ്ഞത്? ഇവിടെ ഒരു സാധനം സൂചി എടുത്തിട്ട് കിടക്കേറ്റു. എന്നാൽ പിന്നെ എല്ലാ നേരത്തും നേരം നോക്കി കുത്തണ്ട. അങ്ങനെ ഒരാഴ്ച ആശുപത്രി കിടന്നു, അങ്ങനെ ഡിസ്ചാർജ് ആവുക. ഡിസ്ചാർജ് ആകുമ്പോഴത്തേന് ഇതിങ്ങട്ട് ഒട്ടും. എന്തിലേക്ക്? ഇതിങ്ങട്ട് ഇവിടെ ഒട്ടും. പിന്നെ ഈ ദുനിയാവിലെ ഓപ്പറേഷനേക്കാളും വലിയ വേദനയാണ് എന്ത്? ഇതിന്റെ എടുക്കാനുള്ളത് ഭയങ്കര എടുത്ത കിട്ടും. രോമം മുഴുവൻ പറയും. നല്ല രോമമുള്ള ബോഡിയാണെങ്കിൽ പറയും വേണ്ട. ഇങ്ങനെ ഉള്ളിലുള്ള എന്താ ലിവർ കരിയും, ആ ജാതി വേദന ഉണ്ടാവും. അപ്പോൾ ഡിസ്ചാർജിന് അന്ന് രാവിലെ നേരം വിളിച്ചാൽ എന്ത് ചെയ്യുന്നറിയോ? ആശുപത്രിയിൽ പെണ്ണുങ്ങളും മാപ്പിളയും കൂടി ചെയ്യുന്ന പണിയുണ്ട്. എൻ്റെ അപ്പുറത്തെ പീടിയനെ ചൂടുവെള്ളം കൊണ്ടുവരും. എന്നിട്ട് കുറച്ച് എന്ത് ചെയ്യും? മാന്തും 10 മണിക്ക് ഡിസ്ചാർജ് ആണ് പറഞ്ഞു. അപ്പോൾ 9 മണിക്ക് സിസ്റ്റർ വന്നിട്ട് ഇത് പറിക്കുമ്പോൾ സിസ്റ്റർക്ക് ഇനി അങ്ങനെ 100 ആളെ ഡിസ്ചാർജ് ഉള്ളതല്ലേ, എനിക്ക് വേദനയാവുമെന്ന് ഓരോ നോക്കൂല, ഒരിട്ടും പറിക്കണ പോണേ. അപ്പോഴത്തേന് നമ്മൾ 8:45 എന്തായി? 99% നമ്മളിത് മെല്ലെ പിന്നെ അവർക്ക് അങ്ങനെ എടുക്കാനേ ഉള്ളൂ. ഇതാണ് പറഞ്ഞത്. ഈ ദിവസം രാവും പകലും തുറന്നാൽ പിന്നെ ഒരാൾക്ക് എൻ്റെ മൂർത്താവ് കൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കുഞ്ഞിച്ചട്ടി ബാക്കിയാവും ചെയ്യും. മുട്ട കൊണ്ട് നമുക്ക് ഓംലേറ്റ് ഉണ്ട്. പറഞ്ഞ മനസ്സിലാകും. ഇതിനൊന്നും നടക്കണ്ടട ചെന്നായി. എൻ്റെ ഓളയും കൂടെ ഒരു കൈക്കലാക്കും ചികിത്സാരികൾ. ഒരു ചികിത്സാരിൻ്റെ അടുത്ത് ഒറ്റക്ക് പെണ്ണിനെ പറഞ്ഞേക്കരുത്. എല്ലാവരും മോശം എന്നല്ല, എല്ലാവരും നല്ലവരാണെന്നില്ല. ഒരു ചികിത്സാരിയും ഒറ്റക്ക് പറഞ്ഞേക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. ഒന്ന് വക്കീലിൻ്റെ അടുത്തേക്ക് ഒറ്റക്ക് പെണ്ണിനെ പറഞ്ഞേക്കരുത്. എന്തുകൊണ്ട്? അങ്ങനെയാണത്. വക്കീൽമാർ മോശമാണോ? അല്ല. പക്ഷേ സാഹചര്യം മനുഷ്യനെ നാശമാക്കും. അങ്ങനത്തെ 100 കണക്കിന് കേസുകൾ എൻ്റെ ഈ 25 കൊല്ലത്തെ സർവീസിനിടയിൽ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ചികിത്സാരികൾ വളരെ ശ്രദ്ധിക്കണം. ചികിത്സാരി അടുത്ത് കൂടെ പോകണം. അതിന് നമുക്ക് നേരം ഉണ്ടാവില്ല. മനസ്സിലായി? ചിന്തിക്കുക. അപ്പോൾ ഓരോ ദിവസം 2 ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയിട്ട് അവരെ കയ്യിൽ നിന്ന് അടുത്ത കുഞ്ഞിച്ചട്ടി വാങ്ങിക്കൊണ്ടിരിക്കണം. ഒന്നും ഇരിപ്പോണ്ട. എന്ത് ചെയ്താണ്? അള്ളാനോട് പറഞ്ഞതാണ്. ഏതെങ്കിലും സ്വാധീനെ കാണുമ്പോൾ ഈ ചിന്നെൻ്റെ മൂർത്താവൊക്കെ മന്ത്രിപ്പിച്ചോ, എന്നിട്ട് ഈ എൻ്റെ ഓളം മന്ത്രിച്ചാണ്. ബിസ്മില്ലാ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അടിത്തറയിൽ നിന്നാണ് സ്വർഗം തുടങ്ങിയത്. ഇനി എന്തൊക്കെയുണ്ട് സ്വർഗത്തിൻ്റെ അടിത്തറ? പിന്നെന്താ? ഏത് മന്ത്രം ഏറ്റവും നല്ല മന്ത്രം എന്താണ്? പറ. എന്ത് ചിലപ്പോൾ നമുക്ക് ഫാത്തിഹ തരാൻ നേരം ഉണ്ടാവില്ല. എന്ത് മതി? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 2 ഡോക്ടർമാർ മജ്‌ലിസിലുണ്ട്. ഏത് മരുന്ന് കൊടുക്കുമ്പോഴും ഏത് രോഗികളെ കയ്യിൽ കൈ വെക്കുമ്പോഴും എന്ത് ചെയ്യണം? മുസ്ലിം അല്ലേ നോക്കണ്ട. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ലോകത്തിൻ്റെ മുഴുവൻ മച്ച അതാണ്. എന്ത്? ഉറക്കെ പറ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് മച്ച. അതാണ് വെച്ച് കയ്യിൽ എന്ത് ചെയ്തോ ഇല്ലാതെ ബർക്കത്തുണ്ടാവും. കാരണം എല്ലാ റഹ്മത്തിൻ്റെയും അടിസ്ഥാനം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പേടിക്കണ്ട. സമയത്തറേ നോക്കൂ. നിങ്ങൾ പേടിക്കണ്ട. അള്ളാഹിനോട് ദുആ
ചെയ്യുക. ഇത് ദ്വാന്റെ മാസം പറഞ്ഞുകൊണ്ടേയിരിക്കുക. اللهم اغفر لي ذنوبي يا رب العالمين اللهم اغفر لي ذنوبي يا رب العالمين ذنوبي يا رب العالمين اللهم ارحمني. ആ കഴിഞ്ഞ 10 കഴിഞ്ഞില്ലേ? 10 കഴിഞ്ഞിട്ടില്ല. അതിന്റെ 10 കഴിയൂല. അന്നത്തെ 10 അന്തം വിട്ട് നടന്നു. ഇപ്പോഴാണ് അല്ലാഹുമ്മ റഹ്മനീന്റെ അർത്ഥം മനസ്സിലായത്. ഞാൻ റമദാൻ കഴിഞ്ഞിട്ട് ചിലപ്പോൾ ദ്വാരക്കലുണ്ട്. ഈ കൊല്ലത്തെ ലൈലത്തുൽ ഖദറിൽ എൻ്റെ പേരില്ലെങ്കിൽ അവിടെ എൻ്റെ പേരൊന്ന് എഴുതണം. അങ്ങനെ ജീവിതത്തിൽ ദ്വാരന്നവർക്ക് കൈപൊക്കാം. ഞാൻ ചെയ്തിട്ടുണ്ട്. അഷ്റഫ് ഉസ്താദ് ഇതൊക്കെ തന്നെ ഞാൻ പറയും. നമ്മളുടെ കാലാക്കൂസ സ്വഭാവം കൊണ്ട് നമ്മളെ ലൈലത്തുൽ ഖദർ കൂട്ടാൻ സാധ്യതയില്ല. എന്നാലും നമുക്ക് പിന്നെ എന്ത് ചെയ്യാം? അത് അല്ലാഹു തആല അതിന്റെ അപ്പുറത്തെ ഓഫീസിൽ അയക്കൂലല്ലോ. അത് ഇവിടുന്ന് പോയല്ലോ. നമ്മളിപ്പോ വില്ലേജ് ഓഫീസറോട് ഒരു കാര്യം പോയി പറഞ്ഞപ്പോ വില്ലേജ് ഓഫീസർ പറഞ്ഞു, എന്ത് മനുഷ്യനങ്ങള്, നേരത്തെ വരണ്ടേ, അത് സബ് കളക്ടർ ഓഫീസിലെത്തിയില്ലേ, ഇനി നമുക്കൊന്നും ചെയ്യാൻ കഴിയൂല. അല്ല പറയൂ. അല്ല ലൈലത്തുൽ ഖദറിന്റെ അതൊക്കെ കൂട്ടിക്കെട്ടി സൂപ്പർ അള്ളാന്റെ അടുത്ത് കയറേക്കും. ഇനി മേലെ ഓഫീസിൽ ഇതിനേക്കാൾ മേലെ അള്ളാണ്ട് അള്ളാന്റെ ഓഫീസ് കേൾക്കും ഇല്ല, അതേപോലെ തന്നെ ഉണ്ടാവും. പറയാ മനുഷ്യ, അള്ളാന്റെ ഓഫീസ് തന്നെയല്ലേ ലൈലത്തുൽ ഖദറിന്റെ കാർഡില് അയമോട്ടി, മമ്മിക്കുട്ടി, കോയക്കുട്ടി എല്ലാം കുട്ടിയുണ്ട്, എന്റെ പേരില്ല. അപ്പൊ എന്ത് പറഞ്ഞു? റബ്ബേ റമദാൻ കഴിഞ്ഞപ്പോ എന്ത് പറഞ്ഞു? എന്റെ സ്വഭാവം മോശമാണ്, ഇക്കൊല്ലത്തെ റമദാൻ ലൈലത്തുൽ ഖദറിലൊന്നും ഞാൻ ഉണ്ടാവില്ല, എനിക്കുറപ്പാണ്, എനക്കും ഉറപ്പ് തന്നെ ആയിരിക്കും. എന്നാലും അങ്ങനെ ഉണ്ടല്ലോ തിരികെ കയറ്റല്. എമിഗ്രേഷൻ ക്ലിയറൻസ് ഇല്ലാത്തപ്പോ പിന്നെന്താ പറയാ? ചവിട്ടിക്കയറ്റ്. അല്ലാഹു തആലക്ക് ചവിട്ടിക്കയറ്റാൻ ആവശ്യമില്ല, എമിഗ്രേഷനിൽ തിരികാൻ കഴിയും. എന്ത്? അപ്പൊ എപ്പോഴും എന്ത് പറയാ? അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ. റബ്ബേ റഹ്മത്ത് ചെയ്യണം, നിന്റെ റഹ്മത്ത് അല്ലാതെ എനിക്കൊന്നുമില്ല. അവസാനിക്കണേ ഇല്ല. നോമ്പ് കഴിഞ്ഞു, എന്നാലും പറയാനുള്ളത് അല്ലാഹുമ്മ റഹ്മനി യാ റഹ്മാൻ. ബാക്കി അടുത്ത ക്ലാസ്സിൽ റഹ്മത്തും ദുആയും അല്ലാത്തൊന്നും ഈ റമദാനിൽ പറയില്ല ഇൻഷാ അല്ലാഹ്. ഈ ദുആയിലും ഇക്കൊല്ലം നമ്മൾ ദുആ പഠിക്കണം. എന്താ ദുആ? എന്തും പിന്നെ അത്യാവശ്യം ചെയ്യേണ്ട ദുആ ഞാൻ പറഞ്ഞു തരണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു അവൻ്റെ സ്വാലിഹീങ്ങളിലും മുത്തഖീങ്ങളിലും അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരട്ടെ. എല്ലാ പ്രയാസങ്ങളെയും അല്ലാഹു പരിഹരിച്ച് തരട്ടെ. എല്ലാ സിഹറും അല്ലാഹു ബാത്തിലാക്കി തരട്ടെ. എല്ലാ നന്മകളും കൂടുതൽ കൂടുതൽ നിസ്കരിക്കാനും താജ് നിസ്കരിക്കാനും ഒക്കെ, വിത്തറും താജും ഒക്കെ ഒന്നും വേണ്ടെന്നല്ല, എല്ലാം വേണം. പക്ഷെ ഒരു പ്രതിസന്ധിയിൽ അതിനേക്കാളും വലുതാണ് എന്ത്? ഇത്ര പറഞ്ഞു നടത്തുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇന്ന് സന്ദർഭവശാൽ വയറ്റുനോയി, നോമ്പ് തറാവീൻ കഴിഞ്ഞപ്പോൾ വലിയ സുഖമില്ലാതെ എന്ത് ചെയ്തു? ഇന്ന് നേരം വെളുത്ത് അത്താഴൊന്നും കഴിക്കാൻ വയ്യ. അതായത് ഒന്നൊരു വെള്ളം കുടിച്ചും വേണ്ടെന്നായി. പിന്നെ സുബഹി നിസ്കരിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ വയ്യ, വാടി തളർന്ന പോലെ. അപ്പോൾ പെണ്ണുങ്ങൾ പറഞ്ഞു, ശേഷം കോജോജനാദി ഞാൻ കുടുക്കി തരാം, എന്നാണ് നോമ്പ് ഒഴിവാക്കിക്കളി. നിർബന്ധ സാഹചര്യം നോമ്പ് ഒഴിവാക്കി. നോമ്പില്ലെന്ന് വൈൻ കുന്തും സഫരി ഫഅദ്ദത്തുമിൻ അയ്യാമിൻ. അപ്പം ഇന്ന് നിനക്ക് എന്തില്ല? നോമ്പില്ല. എന്തുണ്ടാകണം? ദുആ ഉണ്ടാകണം. അല്ലാ നമ്മൾ പട്ടിണി കിടന്നാലേ പുറത്തു തരുള്ളൂ. അങ്ങനെ ഉണ്ടോ? പറയും ഒന്നുമില്ല, നിങ്ങൾ ചെറാണ്ട. എന്തിനാ കുട്ടിണ്ടാണ് ചിലർ കുട്ടിണ്ടായാലല്ലേ മരിച്ചാൽ നമ്മളെ കബറിങ്ങ വന്ന് ദ്വാരക്കണ്ടുള്ളൂ. ദ്വാരക്കാൻ ഒരാൾ വേണ്ടേ? കുട്ടിണ്ടാകാൻ വേണ്ടി നല്ല കാര്യമാണ്. ഒരാളാണ് ദ്വാർന്നു, പേരും ദ്വാർന്നു, കുട്ടി ഉണ്ടായില്ല. അങ്ങനെ അവനെ കബറിട്ട് മൂടി. അപ്പോ മുങ്കർ നക്കീർ വന്നു, ചോയ്സിമാർ റബ്ബുക്ക വമൻ നബിയുക്ക. ഒന്നും അവന് പറയാൻ കിട്ടുന്നില്ല. അപ്പൊ മുങ്കർ നക്കീറിനോട് പറയോ, ഒരു കുട്ടി ഉണ്ടായെങ്കിൽ അതിന്റെ ദ്വായെങ്കിലും മതി, ഈ അമുക്കിന് കുട്ടിയില്ല. അങ്ങനെ പറയോ? കുട്ടിനകത്തവന്റെ കുറ്റം, പെണ്ണിട്ടില്ലെങ്കിൽ അതവന്റെ കുറ്റം. പറയാനായി പെണ്ണ് കെട്ടിയിട്ടില്ലെങ്കിൽ ബ്രോക്കർക്ക് 500 രൂപ പോക്കറ്റിലായി വേണ്ടപ്പോഴും അത് സാറല്ല അറിഞ്ഞാണ്ട് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ അതുകൊണ്ട് കുറ്റാണ്. പെണ്ണ് കെട്ടിയിട്ടില്ലെങ്കിലും അവന്റെ കുറ്റാണ്. പെണ്ണ് കെട്ടിയിട്ട് ഓൻ നേരെ ദുബായിക്കാണ് പോയി, പിന്നെ വന്നാലല്ല അതും അവന്റെ കുറ്റാണ്. പെണ്ണെട്ടി എന്നും ഓളൊപ്പം തന്നെ കടന്നുറങ്ങിയത്, കുട്ടി ഉണ്ടായില്ല, അതുകൊണ്ട് കുറ്റല്ല. അതുകൊണ്ട് മുങ്കർ നക്കീറിന് ഇവനൊരു കുട്ടി ഉണ്ടായില്ലല്ലോ എന്ന് പറയാൻ ന്യായമല്ല. ഓൻ എല്ലാ ദിവസവും എന്ത് പറഞ്ഞിട്ടുണ്ട്? റബ്ബേ ഇന്റെ കബറിന് വന്ന് ദ്വാരക്കാൻ കുട്ടിയാണ്, കുട്ടി കൊടുത്തില്ല, ഓന്റെ കബറിൽ ഒരു ശിക്ഷ ഉണ്ടാവില്ല. മൽക്കൾ ഓനോട് ചോദിക്കാൻ തന്നെ വേണ്ട, ഓന് കുട്ടിയിലാക്കാൻ ഞാനാ കാരണം വണ്ടി വിട്ടു. അത് പറയും, ആ ജാതി പഠിച്ചോൻ എൻ്റെ പഠിച്ചോൻ, നിങ്ങളെ പഠിച്ചോൻ ഏതാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ പഠിച്ചണ്ട. അല്ലാഹു റഹീമാണ്, റഹ്മാനാണ്, അവൻ്റെ കരുണയിൽ ഉണ്ട്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അൽ ഫാത്തിഹ.